തമിഴ്നാട്ടിൽ ഗോവധം നിരോധിച്ചു. പശുവിനെ വെട്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല എന്ന്. അത് പെട്ടെന്നാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സാവകാശവുമില്ല. എത്രയും വേഗം അത് ഇംപ്ലിമെന്റ് ചെയ്യണം. അത് നടപ്പിലാക്കിയേ പറ്റുള്ളൂ എന്നാണ് കോടതിയുടെ ഉത്തരവ്. മദ്രാസ് ഹൈക്കോടതിയുടെ നിർണായക വിധിയാണ്. അതെ, ജസ്റ്റിസ് JR സ്വാമിനാഥനും പിന്നെ ജസ്റ്റിസ് V ലക്ഷ്മി നാരായണനും ഉൾക്കൊള്ളുന്ന ഒരു ഡിവിഷൻ ബെഞ്ചാണ് ഈ വിധി പ്രഖ്യാപിച്ചത്. കോയമ്പത്തൂരിലെ പ്രശാന്ത് എന്ന് പറയുന്ന ഒരു യുവാവ് സമർപ്പിച്ച പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ്റെ പുറത്താണ് അവരുടെ ഈ വിധി വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വിധിയെ നമുക്ക് സ്വാഗതം ചെയ്തേ പറ്റുള്ളൂ. ഇതിന് പ്രത്യേകിച്ച് സമയമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ബക്രീദിൻ്റെ അന്നാണെങ്കിലും ബക്രീദിൻ്റെ തലേ ദിവസമാണെങ്കിലും ബക്രീദിൻ്റെ അടുത്ത ദിവസമാണെങ്കിലും ബാക്കി 363 ദിവസമാണെങ്കിലും ശരി, തമിഴ്നാട്ടിൽ പശുവിനെ കൊല്ലാൻ പാടില്ല. പശുവിനെ കിടാവുകളല്ല കിടാരികൾ എന്ന് പറഞ്ഞാൽ അതിന് കൊല്ലാൻ പാടില്ല എന്നുള്ള ഉത്തരവാണ് ജഡ്ജികൾ പറഞ്ഞിരിക്കുന്നത്. അതൊരു കാരണം ഇല്ലാത്ത വിധിയല്ല. എന്തുകൊണ്ടാണ് അവർ ഈ വിധി പ്രഖ്യാപിച്ചതെന്ന് വെച്ചാൽ, ഭരണഘടനയുടെ 48-ാം വകുപ്പ് പ്രകാരം ഇന്ത്യയിൽ ഗോവധം നിരോധിക്കണം. അത് നമ്മുടെ ഭരണഘടനയിൽ ഭരണഘടന എഴുതിയുണ്ടാക്കാൻ ചേർന്ന കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ തന്നെ ആ നിർദ്ദേശം ഉണ്ടായതാണ്. കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ പറഞ്ഞത്, ഭഗവാൻ കൃഷ്ണൻ്റെ കാലം തൊട്ടേ ഇന്ത്യയിൽ പശുക്കളെയും കിടാവുകളെയും ആരാധിച്ചു വരികയായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം പശു എന്ന് പറഞ്ഞാൽ അമ്മയുടെ സ്ഥാനമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ പശുക്കളും കിടാവുകളും ഹിന്ദു മതവിശ്വാസികൾക്ക് വളരെയധികം വളരെയധികം പ്രിയപ്പെട്ട ഒരു ജീവിയാണ്. അതിനെ ആരാധിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ കൊല്ലരുത്. അത് അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു റിലീജിയസ് സെൻറ്റിമെൻറ്റ്സ് അതിനെ ഹർട്ട് ചെയ്യുന്ന കാര്യമാണ് എന്നാണ് ഈ നമ്മുടെ ബഹുമാനപ്പെട്ട 2 ജഡ്ജിമാരും പറഞ്ഞത്, സ്വാമിനാഥനും അതുപോലെ ലക്ഷ്മി നാരായണനും പറഞ്ഞത്. അപ്പോൾ ഈ ഭരണഘടനയുടെ 48-ാം വകുപ്പ് എന്താ പറയണതെന്ന് അറിയാമോ? The state shall endeavor to organize agriculture and animal husbandry in modern and scientific lines, and shall in particular take steps for preserving and improving the breeds and prohibiting the slaughter of cows and calves and other milch and draught cattle. പശുക്കളെയും പിന്നെ കിടാവുകളെയും അതുപോലെ കറവ പറ്റിയ പശുക്കളെ ആണെങ്കിൽ കൂടിയും വധിക്കാനായിട്ട് പാടില്ല, വധിക്കരുത് എന്നാണ് പറയുന്നത്. ഇത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ്. രാഷ്ട്രപിതാവ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഗോവധത്തിനെതിരായിരുന്നു. അതെ, നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിക്കകത്ത് ഇത് പറഞ്ഞിട്ടുമുണ്ട്. നിർദ്ദേശക തത്വങ്ങൾക്കകത്ത് പറഞ്ഞിരിക്കുകയാണ് ഗോവധം നിരോധിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് ഭരണഘടനാപരമായിട്ടുള്ളത്. പക്ഷേ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു വിഭാഗം, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരും ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവരും പശുക്കളെ വധിക്കുന്നതിൽ ഒരുതരം ആനന്ദം കണ്ടെത്തുന്നവരാണ്. അവർക്ക് പശുവിൻ്റെ മാംസം തിന്നുന്നതിനേക്കാൾ ഉപരി ഈ ഗോവധം കൊണ്ട് ഹിന്ദുക്കളുടെ റിലീജിയസ് സെൻറ്റിമെൻറ്റ്സ് ഹേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഫീലിംഗ് ആണ്, ഒരു വികാരമാണ് അവരുടെ മനസ്സിലുള്ളത്. അല്ലാണ്ട് അവർക്ക് പശുമാംസം തിന്ന് ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് പശുമാംസം ഗോവധം ഇന്ത്യയിൽ പ്രാക്ടീസ് ആവുന്നതെന്ന് വെച്ചാൽ, ഈ നമ്മുടെ കൊളോണിയൽ മാസ്റ്റേഴ്സ് ബ്രിട്ടീഷ് ഭരണകൂടമൊക്കെ ഇവിടെ വന്ന് തമ്പടിച്ചപ്പോൾ അവരുടെ പട്ടാളക്കാരുടെ ഡയറ്ററി റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ട് ഗോ മാംസം കൊടുത്തു തുടങ്ങി. ഈ പശു ഇറച്ചി ഇവർക്ക് പട്ടാളക്കാർക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഗോവധം തുടങ്ങിയത് തന്നെ. തെറ്റായിരുന്നു. അന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ കൊളോണിയൽ മാസ്റ്റേഴ്സ് ആയിപ്പോയി. അവരെന്ത് പോക്കിരിത്തരം ചെയ്താലും നമ്മൾ ക്ഷമിച്ച് അല്ലെങ്കിൽ നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ എന്നുള്ള ഒരു നിർദ്ദേശമായി. സർ, പക്ഷേ ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ, പശുവിനെ കൊല്ലാതിരുന്നാൽ, അതായത് ഇപ്പോൾ പശുക്കളുണ്ട്, ലക്ഷക്കണക്കിന് പശുക്കളാണുള്ളത്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പശുക്കളുണ്ട്. ഇത് ഒരു കർഷകന് ഇപ്പോൾ 1000 പശു ഉണ്ടെങ്കിൽ അയാൾ പശുവിനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്, അതിലൊരു 100 എണ്ണത്തിൻ്റെ കറവ് പറ്റിപ്പോയി. ഈ 900 പശുക്കളിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ ഒരു പ്രധാന വിഹിതം ഈ പറയുന്ന 100 പശുക്കളെ നോക്കാനും പോവില്ലേ? ഒരു പ്രധാന വിഹിതമൊന്നും പോവില്ല. അതൊരു എതിർക്കാൻ വേണ്ടി എതിർക്കുക എന്നുള്ളതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിസിയാണത്.
അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ 1000 പശുക്കളുണ്ടെങ്കിൽ അതിൽ 100 പശുക്കളെ കറവ് പറ്റി അതുങ്ങളെ പരിപോഷിപ്പിക്കാനായിട്ട് വേറെ മാർഗ്ഗമൊന്നുമില്ല. ഭയങ്കര ചിലവ് വരും എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. ഒരു പശുവിനെ വളർത്തുമ്പോൾ അതിന് എന്ത് ഭക്ഷണമാണ് കൊടുക്കേണ്ടത്, എന്ത് ചിലവ് വരുന്നത് നമുക്കറിയാം. അപ്പോൾ 1000 പശുക്കളെ വളർത്തുന്ന ഒരു കൃഷിക്കാരനാണെങ്കിൽ അയാൾക്ക് 100 പശുക്കളെ അഡീഷണലായിട്ട് വളർത്താനായിട്ടൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, ഈ ഇഷ്ടംപോലെ ഗ്രേസിങ് ഗ്രൗണ്ട്സ് ഉണ്ട്, പുൽമേടുകളുണ്ട് ഇന്ത്യയിൽ പശുവിനെ മേഞ്ഞ് ഇതായിട്ട്. അങ്ങനെ ഒരു ഈ പശുവിനെ വളർത്തുന്ന ഒരു ഭാരമായിട്ട് തോന്നില്ല. അതല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഗോശാലകളിലേക്ക് കൊടുക്കാം ഈ കറവ് പറ്റിയ പശുക്കളെ. പക്ഷെ വധിക്കുക എന്ന് പറയുന്നത്, ഞാൻ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയത്, എൻ്റെ സുഹൃത്ത് SV ബദ്രി ഉണ്ട് ബോംബെയിൽ. അദ്ദേഹം ഒരു ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഗോവധ നിരോധത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചിട്ട്. ആ ഡോക്യുമെൻ്ററി അത് പൊതുജന സദസ്സിലോ അല്ലെങ്കിൽ ഔദ്യോഗിക മാധ്യമങ്ങളിലോ അന്ന് ടെലികാസ്റ്റ് ചെയ്തില്ല. അതേസമയം അത് പബ്ലിക് വ്യൂവിങ്ങിനായിട്ട് അലൗഡും അല്ലായിരുന്നു, അനുവദിച്ചില്ലായിരുന്നു. കാരണം അത് മതപരമായ വികാരങ്ങളെ വ്രണപ്പെടുത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട്, അതെങ്ങനെ വ്രണപ്പെടുത്തണമെന്നുള്ളത് ആ ഉത്തരവ് ഉണ്ടാക്കിയവർക്കേ അറിയുള്ളൂ. അപ്പോൾ അതിന് ഈ ബക്രീദിൻ്റെയൊക്കെ സമയത്ത് മൃഗങ്ങളെ കൊല്ലുന്നത് തന്നെ തെറ്റാ ശരിക്കും പറഞ്ഞു, നമുക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട്. കൊല്ലുന്നതെങ്കിൽ തന്നെ പശുക്കളെ മാറ്റി നിർത്തിയിട്ട് ഇപ്പോൾ കാളയോ പോത്തിനെയൊക്കെ കൊല്ലണമെന്നുണ്ടെങ്കിൽ കൊന്നോട്ടെ. പക്ഷെ അതൊരു മാന്യമായ രീതിയിൽ, ഒരു മാതൃകാപരമായിട്ട്, അതല്ലെങ്കിൽ അതിന് പറയുന്നത് ഡിഗ്നിഫൈഡ് വേ ഓഫ് സ്ലോട്ടറിങ് ഉണ്ട്. വൃത്തിമെനയുള്ള സ്ലോട്ടർ ഹൗസസ്. ഇതിപ്പോ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ഈ പശുക്കൾ ഈ ബക്രീദൊക്കെ ആവുമ്പോഴത്തേക്കും മൃഗങ്ങളെ കൊന്നിട്ട് ഇതിന്റെ ചോര ഇങ്ങനെ റോഡിൽ കൂടി ഒഴുകുന്നതാണ് കാണാൻ പറ്റുന്നത്. അത് നമ്മൾക്ക് തരുന്ന ഒരു മെസ്സേജാണ്, ഹൈന്ദവർക്ക് നൽകുന്ന ഒരു മെസ്സേജാണ്. ഇത് ഞങ്ങൾക്ക് ഇത്രയും ചെയ്യുമെങ്കിൽ പിന്നെയാണോ നിങ്ങളെ ഇതുപോലെ കൊന്ന് റോഡിൽ കൂടി ചോര ഒഴുക്കാൻ പറ്റാത്തതെന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. ഇപ്പോൾ പല റോഡുകളിലും ഈ പശുക്കളെ കൊന്നു കഴിഞ്ഞിട്ട് ഇറച്ചി കെട്ടി തൂക്കിയിട്ടിട്ടുണ്ടാവും, കാളയുടെയും പശു. അത് പരസ്യമായിട്ട് കൊല്ലുന്ന സ്ലോട്ടർ ഹൗസസ് അല്ല, റോഡിൽ ഒരു ഓല പോലും മറച്ചു വെക്കാതെ കൊല്ലുന്ന മറ്റേ ഈ കാളകളെയും പോത്തുകളെയും പശുക്കളെയൊക്കെ വധിക്കുന്ന എത്രയോ ഇതുണ്ടെന്നറിയോ. ഈ പ്രിയനറിയോ, 1966 67 മറ്റോ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയതിനു ശേഷം പാർലമെൻറ്റ് ഹൗസിലേക്ക് ഒരു ശങ്കരാചാര്യരുടെ നേതൃത്വത്തിൽ ഒരു വൻ പ്രതിഷേധ പ്രകടനം നടന്നു, ഗോവധം നിരോധിക്കണമെന്ന് പറഞ്ഞിട്ട്. ഒരു പാർലമെൻറ്റ് ഹൗസിലേക്ക് നടന്ന ആ പ്രകടനത്തിന് നേരെ പട്ടാളക്കാർ വെടിവെച്ചു. പട്ടാളക്കാരല്ല, കേന്ദ്ര പോലീസ് വെടിവെച്ചു. ആ വെടിവെപ്പിൽ കുറേ പേര് മരിച്ചു. ആ ശങ്കരാചാര്യരെ വെടികൊണ്ട് മരിച്ചു. അന്ന് ഞാൻ മനസ്സിലാക്കിയത്, ആ ശങ്കരാചാര്യരെ ഇന്ദിരാഗാന്ധിയെ ശപിച്ചുകൊണ്ടാണ് മരിച്ചത്. ഈ പാവപ്പെട്ട ആൾക്കാരെ വെടിവെച്ച് കൊന്നു, എന്നെ ആക്രമിച്ചു, ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്, ഗോവധം നിരോധിക്കണം എന്നാവശ്യപ്പെട്ട് പ്രകടനം നടത്തിയപ്പോൾ നിങ്ങൾ എൻ്റെ നേരെ നിറയൊഴിച്ചു. ഞാൻ മരിച്ചോളാം, കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വ്യാപകമായിട്ടുണ്ടാവും. നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഇതേപോലെ വളരെ ദുരന്തം നേരിടും എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം മരിച്ചത്. മനസ്സിലായല്ലേ? പാർലമെൻറ്റ് ഹൗസിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരിക്കണത്. ഞാൻ ആ ശങ്കരാചാര്യരുടെ പേര് മറന്നു. ഇത് 66, 67 വലിയ പ്രശ്നമായിരുന്നു ആ രാജ്യത്ത് മുഴുവനും. എന്തായി അവസാനം? ആയമേനെ സിഖുകാർ വെടിവെച്ച് കൊന്നു, രാജീവ് ഗാന്ധിയെ ശ്രീലങ്കക്കാർ കൊന്നു. എന്തൊക്കെ നടന്നു ഈ രാജ്യത്ത്? അവരുടെ കുടുംബത്തിൽ മുഴുവൻ ദുരന്തമല്ലേ. പിന്നെ അവർ ചെറുക്കൻ ജനിച്ചതാണെങ്കിലും മന്ദബുദ്ധിയായിട്ടിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള സിസ്റ്റമാണിത്. നമുക്ക് ദൈവികമായിട്ടുള്ള കാര്യം. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മുസ്ലിം സമുദായത്തിന് എന്താ പന്നികളോട് ഇത്ര വെറുപ്പെന്താ? പന്നിയിറച്ചി വിൽക്കാൻ സമ്മതിക്കില്ലല്ലോ മുസ്ലിം ഡോമിനേറ്റഡ് കൂടി വേണ്ട, 10% മുസ്ലിംസ് ഉള്ള സ്ഥലങ്ങളിലൂടി പന്നിയിറച്ചി വിൽക്കാൻ സമ്മതിക്കില്ല അവർ. എന്താ കാരണം? അവരുടെ റിലീജിയസ് സെൻറ്റിമെൻറ്റ്സിനെ ഹർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. ഈ റിലീജിയസ് സെൻറ്റിമെൻറ്റ്സ് അവർക്ക് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവർക്ക് ആർക്കും ഇല്ലേ? ആ രീതിയിൽ വേണം ചിന്തിക്കാനായിട്ട്. ഇപ്പോൾ ഗോമാംസം തിന്നില്ല എന്ന് കരുതിയ മനുഷ്യൻ മരിക്കുമൊന്നുമില്ലല്ലോ. പ്രിയനറിയോ, ഒട്ടകത്തിനെ വെട്ടി തിന്നുന്നു ഇവർ. രാജസ്ഥാനിൽ നിന്ന് ഒട്ടകത്തെ കൊണ്ട്, ഞാൻ മദ്രാസിലുള്ള സമയത്ത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഒട്ടകങ്ങളെ കൂട്ടമായിട്ട് കൊണ്ടുവന്നിട്ട് കെട്ടിയിടും. ഒട്ടകം കരയണ കാണണം, അതെനിക്കറിയാം അതുങ്ങളെ കൊല്ലാൻ പോവുകയെന്ന്. അത് വളരെ മൃഗീയമായിട്ടാണ് കൊല്ലണത്. ഇതൊരു ട്രെയിനിങ് ആണ്. ഇത് കണ്ടു നിൽക്കാനും കുറേ ആൾക്കാർ,
സോ ദ ഗെറ്റ് ഹാർഡ് മൈൻഡ് വളരെ അത് കണ്ടു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് നല്ല ധൈര്യം ഉണ്ടാവും, ആൾക്കാരെ കൊല്ലാനായിട്ട് ഇവർ മടിയുണ്ടാവില്ല എന്നുള്ള രീതിയിലായിരിക്കും അവർ പറയണത്. അത് ഗോവധം നിരോധിക്കേണ്ടത് അത്യാവശ്യമാണ്, കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. കാരണം നമ്മുടെ ഭാവി തലമുറയെങ്കിലും ഇന്ത്യൻ ട്രഡീഷനും ഇന്ത്യൻ കസ്റ്റംസും എന്താണെന്ന് മനസ്സിലാക്കണം. ഗോവധം ഗോമാംസം ഭക്ഷിച്ചതുകൊണ്ട് ദൈവിക ശക്തിയോ അതല്ലെങ്കിൽ സൂപ്പർമാൻ പവറോ ഒന്നും കിട്ടുന്ന ഒരിടത്തും എഴുതിയിട്ടില്ല. അത് ആ മൃഗത്തിനെ ആരാധിക്കുന്നുണ്ട് ഹിന്ദുക്കൾ. ആ ഒരു കുറ്റം മാത്രമേ ഹിന്ദുക്കളുടെ പേരിലുള്ളൂ. അതിനെ എന്തുകൊണ്ട് അവർക്ക് അനുവദിച്ചുകൂടാ? അവർക്ക് വേണമെങ്കിൽ കാളയുണ്ട്, പോത്തുണ്ട്, ഈ പറഞ്ഞ പോലെ അവർ ഒട്ടകത്തിനെ കൊണ്ടുവന്ന് കൊല്ലലുണ്ട്. അതുങ്ങളൊന്നും ആരാധിക്കണില്ല. പന്നീനെ കൊല്ലാമല്ലോ അവർക്ക് വേണമെങ്കിൽ. അവരുടെ ഏറ്റവും വലിയ ആൾ മുഹമ്മദ് അലി ജിന്ന ദിവസവും പന്നിയിറച്ചിയും വിസ്കി ഇല്ലാണ്ടാക്കി ജീവിക്കാൻ പറ്റൂല എന്നാണ് അയാളുടെ. പട്ടീനെ എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. പക്ഷേ എന്താണ് അയാൾക്ക് പന്നിയിറച്ചി കഴിക്കാമെങ്കിൽ പിന്നെ ഇവർക്ക് പന്നിയിറച്ചി കഴിച്ചുകൂടെ? അപ്പോൾ അത് ഈ വിധി ഇനിയിപ്പോൾ ചോദ്യം ചെയ്യും. കാരണം ഇപ്പോൾ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ജോസഫ് വിജയാണ്. അയാൾക്ക് ഗോമാംസത്തോട് ഭയങ്കര താല്പര്യമാണ്. അതേപോലെ ഈ പറഞ്ഞ പോലെ ദലിത് മന്ത്രിമാരൊക്കെ ഉണ്ട്. അവർക്ക് 8-9 ദലിത് മന്ത്രിമാരുണ്ട്. അവരെല്ലാം ഗോമാംസം തിന്നുന്നവരാണ്. അപ്പോൾ അവരൊക്കെ ഇതിനെതിരെ രംഗത്ത് വരും, അപ്പീൽ കൊടുക്കുകയൊക്കെ ചെയ്തു. ഇങ്ങനെ നീണ്ടുപോകും. പക്ഷേ സുപ്രീം കോടതി ഇനി അപ്പീലിൽ വരുമ്പോൾ അപ്പീൽ കോടതി ഈ ഭരണഘടനാ പ്രശ്നങ്ങളും അതുപോലെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഇതിനെക്കുറിച്ച് നടന്ന ചർച്ചയിലെ ഭാഗങ്ങളും പരിഗണനയിൽ എടുക്കുകയാണെങ്കിൽ ഗോവധം നിരോധിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4Nലും കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.